ഹലോ, സ്കൂൾ പൂട്ടിയ സമയത്ത് 2 മാസം എന്ത് ചെയ്യും പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പതാ 1.5 മാസം കഴിഞ്ഞ് ഇനി വെറും 10-15 ദിവസം മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു വലിയൊരു ടാസ്ക് ഇതാ ബുക്ക് പൊതിയലാണ്. ആദ്യത്തെ 2-3 പൊതിയാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുന്തോറും നമ്മളെ ഇഷ്ടങ്ങൾ മൂടൊക്കെ കുറഞ്ഞു. പിന്നെ നമ്മളെ കൂടെ ഫാദുക്കുട്ടി ഉണ്ട്, പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. ഫൈസിക്കുട്ടി കരയട്ടേക്ക് പോയിക്കാണ്, അതുകൊണ്ടാണ് ആളെ കാണാത്തത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ വെറും ബ്രൗൺ പേപ്പർ മാത്രമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ബുക്സ് ഒക്കെ പൊതിയുക. ഇതേപോലുള്ള കളർ പേപ്പറൊക്കെ നല്ല പൈസക്കാരെ കുട്ടികൾ മാത്രമാണ് പൊതിഞ്ഞിട്ടൊക്കെ വരിക. നമ്മളും പൈസക്കാരായി അല്ല പിന്നെ. അപ്പോൾ ഞാൻ 2 കളറിലെ പേപ്പറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരാൾക്ക് ഗ്രീൻ കളറും പിന്നെ ഒരാൾക്ക് ബ്രൗൺ കളറും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയൊക്കെ ചിലപ്പോൾ ബാഗിലൊക്കെ ബുക്ക് വെക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടുപേരും വേറെ വേറെ സ്ഥലത്ത് വെച്ചാലും ചിലപ്പോൾ മാറിയൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ 2 കളറാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ഗ്രീനും ഒരാളുടെ ബ്രൗണും ആണ് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്. മൊത്തം ഒന്നും പൊതിഞ്ഞില്ല, ഒരാളുടെ ടെക്സ്റ്റും ഒരാളുടെ നോട്ടും മാത്രം പൊതിഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. ഇനി കുറച്ച് ടെക്സ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ പൊതിയാനുണ്ട്. അതെന്തായാലും നമുക്ക് നാളെ പൊതിയും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പോൾ എല്ലാവർക്കും